children, welcome to Kids Area Online. Kids Area Online ഒന്നാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി സൂമിൽ വൈകുന്നേരം ലൈവ് ക്ലാസ് നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. എല്ലാ ക്ലാസ്സസും ലൈവായിട്ടാണ് ഉള്ളത്. അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. LKG UKG ക്ലാസ്സസ് നൽകുന്നുണ്ട്. സ്പെഷ്യൽ ക്ലാസ് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഫീ കൊടുത്താണ് പഠിക്കാനുള്ളത്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ക്ലാസ് 1 ഇന്റഗ്രേഷൻ എപ്പിസോഡ് 5 5ാമത്തെ എപ്പിസോഡിലേക്ക് പോവാണ്. 4 എപ്പിസോഡ്സും എല്ലാവരും കണ്ടുവല്ലോ. കാണാത്തവരുണ്ടെങ്കിൽ വേഗത്തിൽ പോയി എല്ലാം കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ടീച്ചർ എല്ലാ ക്വസ്റ്റ്യൻസും ഓരോ എപ്പിസോഡായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതാണെന്ന് അറിയാവോ? ജാനിയുടെ വീട്ടിൽ നക്ഷത്രങ്ങൾ കാണാൻ ഷൈനിയുടെ കൂട്ടുകാർ വന്നു. ജാനിയുടെ വീട്ടിൽ നക്ഷത്രങ്ങൾ കാണാൻ ആരാ വന്നേ? ഷൈനിയുടെ കൂട്ടുകാരെത്തി. നക്ഷത്രങ്ങൾ ഏതൊക്കെ കൂട്ടുകാരെയാ കണ്ടേ? നക്ഷത്രങ്ങൾ ഇവിടേക്ക് വന്നപ്പോൾ, ജാനിയുടെ വീട്ടിൽ വന്നപ്പോൾ ഷൈനിയുടെ വീട്ടിലും പോയി, അല്ലെങ്കിൽ ഷൈനിയുടെ വീട്ടിലെ കൂട്ടുകാർ ജാനിയുടെ വീട്ടിൽ വന്നു. അപ്പോൾ ഈ നക്ഷത്രങ്ങൾ ഇവിടെ കണ്ട കൂട്ടുകാർ ആരൊക്കെയാണ്? ഭൂമിയിൽ കണ്ട കൂട്ടുകാർ ആരൊക്കെയാണ്? എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാ എഴുതുക? ഷൈനിയുടെ വീട്ടിൽ വന്നെങ്കിൽ ആരൊക്കെ കണ്ടിട്ടുണ്ടാവും? പറഞ്ഞേ. ഉറുമ്പ്, നായ, പൂച്ച, കാക്ക, കോഴി. ഇവരായിരുന്നു നമ്മുടെ ഷൈനിയോട് പാലപ്പം ചോദിച്ച ഷൈനിയുടെ കൂട്ടുകാരല്ലേ? അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാ എഴുതുക? എങ്ങനെ എഴുതാം? കറക്റ്റായിട്ട് എഴുതുക കേട്ടോ. ഒന്നാമത് ആരാണുള്ളത്? ആരാ വന്നേ? നമുക്ക് ഷൈനിയുടെ വീട്ടിൽ കണ്ട കൂട്ടുകാർ. ഒന്നാമത് ആരെഴുതാം? ഉറുമ്പ്. ഉറുമ്പ് എങ്ങനെയാ എഴുതുക? ഉ റു ബ്, ഉറുമ്പ്. രണ്ടാമതോ? കാക്ക. കാ കാക്ക. മൂന്നാമതോ? നായ. നായ. നാലാമത് ആരുടെ പേര് എഴുതാം? കോഴി. കോഴി. അഞ്ചാമത് ആരുടെ പേര് എഴുതാം? പൂച്ച. പൂച്ച എഴുതാം അല്ലേ? പൂച്ച. അപ്പോ ഷൈനിയുടെ വീട്ടിൽ വന്നപ്പോൾ കണ്ട കൂട്ടുകാർ ആരൊക്കെയാ? ഉറുമ്പ്, ഉറുമ്പ്, കാക്ക, നായ, കോഴി, പൂച്ച. ഇനി ആരെയൊക്കെ കണ്ടിട്ടുണ്ടാകാം? പശു എഴുതാം, ആട് എഴുതാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യണം? നിങ്ങൾ ഉത്തരം എഴുതണം. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യം വരാം. മുറിയിൽ വന്നപ്പോൾ, നക്ഷത്രങ്ങൾ മുറിയിൽ വന്നപ്പോൾ നക്ഷത്രങ്ങൾ എവിടെയൊക്കെ ഒളിച്ചു? കട്ടിലിൽ, കസേരയിൽ, മേശയിൽ, ബുക്കിൽ, അലമാരയിൽ. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ മുറിയിൽ വന്നപ്പോൾ നക്ഷത്രങ്ങൾ കണ്ട കാഴ്ചകൾ എന്തൊക്കെ? കസേര, ചിത്രം, അലമാര, പാവകൾ. ഇതൊക്കെ എഴുതാം. എങ്ങനെയാണോ ക്വസ്റ്റ്യൻ വരുന്നത് അതിനനുസരിച്ച് എഴുതാം കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. അപ്പോൾ ഇതിന് മുൻപുള്ള എപ്പിസോഡ് എല്ലാം കണ്ട് ക്ലിയർ ചെയ്യണം കേട്ടോ. എന്നാലും മുന്നോട്ടുള്ള എപ്പിസോഡ്സ് ഒക്കെ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.